കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ മാന്യ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. കഷ്ടതയുടെയും വേദനയുടെയും തകർച്ചയുടെയും നടുവിലൂടെ കടന്നു പോകുന്ന അനേകർ ഈ ശബ്ദം ശ്രവിക്കുന്നുണ്ട് എന്നറിയാം. എങ്കിലും അതിൻ്റെ നടുവിലും ദൈവം നമ്മളെ കൈവിടില്ല. ആര് മാറിയാലും മറന്നാലും മറക്കാത്ത ഒരു ദൈവമുണ്ട്, ഉപേക്ഷിക്കാത്ത ഒരു ദൈവമുണ്ട്, തള്ളിക്കളയാത്ത ഒരു ദൈവമുണ്ട്, ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്, പാറമേൽ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. അവിടുത്തെ മുൻപാകെ ഇന്ന് പകലിലും നമുക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള ആ പുത്രത്വത്തിൻ്റെ അവകാശം നമുക്ക് ലഭിക്കാൻ ആത്മാവിൽ പ്രാർത്ഥിക്കാം. സ്തോത്രം. ദൈവം നമുക്ക് ഉദാഹരണങ്ങളുടെ ദൈവമാണ് എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. എല്ലായിടത്തു നിന്നും ഉദ്ധരിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. മനുഷ്യൻ കൈവിട്ടതും തള്ളിക്കളഞ്ഞതുമായ വിഷയത്തെ ഉദ്ധരിക്കാനും പണിയാനും ശക്തിയോടെ നിർത്താനും എൻ്റെ ദൈവത്തിന് കഴിയും. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. ഹല്ലേലൂയ. വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കാൻ കഴിവുള്ള ഉന്നതനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽ ദൈവജനം ഒന്ന് തിരിച്ചറിയണം. ഒരു മനുഷ്യൻ രക്ഷിക്കാൻ പറ്റാത്തടത്താണ് വേഗത്തിൽ രക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് മറ്റടുത്ത് എഴുതിയിരിക്കുന്നത്, യഹോവയായ ഞാൻ ശീഘ്രമായി അത് ചെയ്യും. ദൈവം ചെയ്താൽ, ദൈവം തുറന്നാൽ, ദൈവം പ്രവർത്തിച്ചാൽ, ദൈവം നടത്തിയാൽ, ദൈവം കരത്തിൽ പിടിച്ചാൽ അതിനെ തടയാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ലെന്ന് ഇന്ന് പ്രഭാതത്തിൽ തൻ്റെ ജനം ഒന്ന് തിരിച്ചറിയട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഒരു മനുഷ്യനുമല്ല നമ്മുടെ കരത്തിൽ പിടിച്ചത്. ഉന്നതനായ ദൈവം, ഭൂമിയെയും ഭൂമണ്ഡലത്തെ നിർമ്മിച്ചവൻ, അനാദിയായും ശാശ്വതമായുള്ള ദൈവം, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ഭൂരാജാക്കന്മാർക്ക് അധിപൻ, രാജാതി രാജാവ്, കർത്താതി കർത്താവ്, സൃഷ്ടിതാവ് എൻ്റെ കരത്തിൽ പിടിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ഇന്നു പകൽ ഈ ദൂത് ഏറ്റെടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തയ്യാറാവണം. നിരാശകളൊക്കെ ഒന്ന് മാറട്ടെ. ആത്മാവിലൊന്ന് എഴുന്നേൽക്കാം, സടകുടഞ്ഞ് എഴുന്നേൽക്കാം, അഭിഷേകത്തോടെ എഴുന്നേൽക്കാം. ദൈവകൃപയുടെ ആഴങ്ങൾ എൻ്റെ മേലൊന്ന് വെളിപ്പെടുത്തണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തകർന്നും തളർന്നും വേദനിച്ചും ഇരിക്കുന്ന തൻ്റെ ജനത്തിൻ്റെ വിഷയത്തെ ഇന്ന് പകലിലും കൈകാര്യം ചെയ്യാൻ കഴിവുള്ള സർവശക്തൻ്റെ സാന്നിധ്യം നമ്മളൊന്ന് തിരിച്ചറിയണം. പ്രിയരെ, ബലഹീനരായിരിക്കുമ്പോഴാണ് ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. വിശപ്പുണ്ടെങ്കിലേ ആഹാരത്തിൻ്റെ വില അറിയാൻ പറ്റുള്ളൂ. അതുപോലെ ജീവിതത്തിൽ വേദനകൾ വരുമ്പോഴേ വേദനയിൽ സങ്കടത്തിൽ ഇറങ്ങി വന്ന് വേദനയെ എടുത്തു മാറ്റുന്ന, അപ്പോൾ തന്നെ രോഗിയാണോ സൗഖ്യമാക്കുന്ന, തകർച്ചയാണോ തകർന്നിരിക്കുന്നവരെ പണിയുന്ന, കുനിഞ്ഞിരിക്കുകയാണോ കുനിഞ്ഞിരിക്കുന്ന വിഷയത്തെ നിവർത്തി ജനത്തിൻ്റെ മുമ്പാകെ ആശ്ചര്യചിഹ്നമാക്കി മാറ്റാൻ കഴിയുന്ന ദൈവത്തെപ്പറ്റി, അതിൻ്റെ ആഴത്തെപ്പറ്റി നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സങ്കടപ്പെടരുത്. ദൈവം ആരാണെന്നും ദൈവത്തിൻ്റെ ശക്തി എന്താണെന്നും പ്രാർത്ഥിക്കുന്നവൻ ആരാണെന്നും ദേശത്ത് വെളിപ്പെടുത്താൻ എൻ്റെ ദൈവത്തിന് ഒറ്റ സെക്കൻഡ് മതി. വിശ്വസിക്കുന്നവർ ഈ വചനം ഏറ്റെടുത്ത് ദൈവത്തെ അങ്ങ് മഹത്വപ്പെടുത്തിയാൽ മാത്രം മതി. നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്നു. നമ്മുടെ ദൈവം വലിയവനാണ്, സർവശക്തനാണ്, അനാദിയായും തുടക്കത്തിൽ പറഞ്ഞ ശാശ്വതമായ ദൈവമാണെന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസത്തേക്കുള്ള ദൈവമല്ല, ഒരു മണിക്കൂറത്തേക്കോ ഒരു മാസത്തേക്കോ ഉള്ള ദൈവത്തെ അല്ല നമ്മൾ സേവിക്കാൻ ഇറങ്ങിയത്. ജീവപര്യന്തം
ലോകത്തിൻ്റെ എൻഡ് വരെ. പൗലോസ്ലീഹൻ പറയുന്നത് ഇങ്ങനെയാണ്: ആ ദിവസം വരെ എന്നെ കാക്കുവാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരുന്നു. ആ ഒരു ഉറപ്പിന്ന് പകലുണ്ടെങ്കിൽ നിങ്ങളുടെ തലമുറയെ നോക്കി പറ, എൻ്റെ ദൈവം കാക്കും. നിങ്ങളുടെ ഔദ്യോഗിക മേഖലകളെ നോക്കി, നിങ്ങളുടെ മിനിസ്ട്രിയെ നോക്കി പറ, എൻ്റെ ദൈവം പ്രവർത്തിക്കും. ശരീരത്തെ നോക്കി പറ, എൻ്റെ കർത്താവ് വിടുവയ്ക്കും. ഇന്നലെ വിടുവിച്ചെന്ന് വിടുവയ്ക്കും, വലാലും വിടുവയ്ക്കും. ഞങ്ങളവൻ ആശ വച്ചിരിക്കുന്നു. നമുക്കറിയാം യെശയ്യാ പ്രവചനം 37-1 വാക്യം: ഹിസ്കിയാ രാജാവ് അത് കേട്ടപ്പോൾ വസ്ത്രം കീറി രട്ടുടുത്തുകൊണ്ട് യഹോവയുടെ ആലയത്തിൽ ചെന്നു. ഹിസ്കിയാവിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുവാൻ, ഭീഷണിപ്പെടുത്തുവാൻ, തന്നെ ഒതുക്കുവാൻ, സാമ്രാജ്യങ്ങളെ ഇല്ലാതാക്കുവാൻ, സിൻഹരീബിൻ്റെ ശക്തികൾ, അശൂറിൻ്റെ വ്യാപാരങ്ങൾ വായ് പിളർന്നു നിൽക്കുകയാണ്. അനേക പ്രസ്താവനകൾ കൊണ്ടുവന്ന് ഹിസ്കിയാവിനെ തകർക്കാൻ നോക്കുമ്പോൾ, ഹല്ലേലൂയ, ഹിസ്കിയാവ് ചെയ്ത കാര്യം എന്താണെന്ന് നമുക്കറിയാം. സൈന്യത്തെ ആശ്രയിച്ചില്ല, കുതിരശക്തിയെ നോക്കിയില്ല, താൻ രട്ടെടുത്തു. യഹോവയുടെ ആലയത്തിൽ ചെന്നു. യഹോവയുടെ ആലയത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുകയാണ്: ദൈവമേ, ഇറങ്ങി വരാൻ അങ്ങേക്ക് കഴിയും. ചെവിച്ചായ്ച്ച് കേൾക്കണമേ എന്നുള്ള പ്രാർത്ഥന. ആലയത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുക. 37:17 നോക്കണേ: ഹോവേ, ചെവിച്ചായ്ക്കണമേ, അങ്ങയുടെ തൃക്കണ്ണ് തുറക്കണമേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ ഒരു പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിലെത്തി. അശൂർ പാളയത്തിലേക്ക് ദൈവം ഒരു ദൂതനെ അയക്കുക. സംഭവം നിങ്ങൾക്കെല്ലാം അറിയാം. നമ്മളിന്ന് ചിന്തിക്കുന്ന ചിന്ത, പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ സ്വന്തം ബുദ്ധിയിലോ ശക്തിയിലോ മറ്റാശ്രയങ്ങളിലോ ഒന്നും പോയി വിടുതലിന് വേണ്ടി കാത്തിരിക്കരുത്. മറിച്ച് ദൈവം മുമ്പാകെ മുട്ടുമടക്കൂ, ആലയത്തിൽ മുട്ടുമടക്കൂ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകൂ. തകർന്ന ഹൃദയത്തിൽ. അദ്ദേഹം ഒരു രാജാവായിരുന്നിട്ട് പോലും, സ്റ്റാറ്റസ് ഉണ്ടായിരുന്നിട്ട് പോലും, അധികാരമുണ്ടായിരുന്നിട്ട് പോലും തനിക്ക് മാനുഷികമായിട്ട് അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഹിസ്കിയാവിനറിയാം, ദൈവത്തിൻ്റെ സഹായം എനിക്ക് വേണം, ദൈവത്തിൻ്റെ ശക്തി എനിക്ക് വേണം, ദൈവത്തിൻ്റെ സാന്നിധ്യം എനിക്ക് വേണം. ഈ വിഷയത്തിൽ ദൈവമിറങ്ങണം. പ്രിയരെ, ദൈവമിറങ്ങണമെങ്കിൽ നമ്മൾ മുട്ടുമടക്കണം. ദൈവമിറങ്ങണമെങ്കിൽ മാനുഷിക ബുദ്ധി ഇന്ന് പകൽ ഉപേക്ഷിക്കണം, അഫലമാക്കണം. ദൈവമേ, അങ്ങ് നോക്കൂ, അത്രയും സ്റ്റാറ്റസുള്ള മനുഷ്യൻ ദൈവം മുമ്പാകെ മുട്ടുമടക്കിയപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങുകയാണ്. നമുക്കറിയാം, ശൂഷൻ കൊട്ടാരത്തിൽ ആ രാജധാനിയിൽ സ്ട്രോങ് ആയി നിന്ന വ്യക്തിത്വമാണ് ദാനിയേൽ. പക്ഷേ രേഖവിപരീതം എന്ന് എഴുതിയത് കണ്ടപ്പോൾ താൻ വേറെ ഒരാശ്രയവും നടത്തിയില്ല, വേറെങ്ങും പോയില്ല. മുട്ടുമടക്കാൻ തയ്യാറായി. മുട്ടുമടക്കിയപ്പോൾ സിംഹങ്ങൾ ദാനിയേലിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി. പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിൽ ചിലത് മുട്ടുമടക്കും. പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിൽ നിൻ്റെ വിഷയത്തിനു വേണ്ടി ദൂതൻ അശൂർ പാളയത്തിൽ ഇറങ്ങിയതുപോലെ മുട്ടുമടക്കാൻ തയ്യാറാകൂ, ഹൃദയം തകരാൻ തയ്യാറാകൂ. ദൈവം കൈവിടില്ല, നിങ്ങളുടെ വിഷയത്തെ ഉപേക്ഷിക്കില്ല. ദൈവം നിങ്ങളുടെ നൊമ്പരങ്ങളെപ്പോലും അറിയുന്ന, സങ്കടങ്ങൾ അറിയുന്ന കർത്താവ് പറയുന്നു, വിളിച്ചു പറയാൻ തയ്യാറുണ്ടോ? യഹോവേ, ചെവിച്ചായ്ക്കണമേ, അങ്ങയുടെ കണ്ണൊന്ന് തുറക്കണമേ. ഹിസ്കിയാവിൻ്റെ തകർന്ന പ്രാർത്ഥനയാണ്. നമുക്ക് ആലയത്തിൽ ചെന്ന് ഹന്ന ഹൃദയം പകർന്നു. അവിടെ സങ്കടം പൊങ്ങി വരികയാണ്. ആർക്കും അതിൻ്റെ അർത്ഥം അറിയില്ല. പുരോഹിതന് പോലും അത് മനസ്സിലാവുന്നില്ല. പക്ഷേ പുരോഹിതന് മനസ്സിലാകാത്തത് ആലയത്തിൽ മുട്ടുമടക്കി ഹൃദയം പകർന്ന എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് മനസ്സിലായി, ദൈവം പ്രവർത്തിച്ചില്ലേ.
അവർക്കൊരു റിസൾട്ട് ദൈവം കൊടുത്തില്ലേ? ആർക്കാ? ഹൃദയം പകർന്ന ആലയത്തിൽ മുട്ടുമടക്കിയ ദൈവാത്മാവ് ചില കുടുംബങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, സങ്കടങ്ങളുടെയും വേദനകളുടെയും തകർച്ചയുടെയും നടുവിൽ ദൈവം മുട്ടുമടക്കൂ. ദൈവം നിങ്ങളെ കൈവിടില്ല. നിങ്ങളുടെ തലമുറയുടെ വിഷയത്തിന് ദൈവം പ്രവർത്തിക്കും, ചേഞ്ച് വരുത്തും. പരിശുദ്ധാത്മാവ് ടച്ച് ചെയ്യും. നിങ്ങളുടെ ശരീരത്തിന്മേൽ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങും. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ തകർച്ചകളെ ദൈവം മാറ്റും. കുടുംബജീവിതത്തിൽ സ്വസ്ഥതയില്ലാത്ത ചില പ്രിയപ്പെട്ടവർ ഈ പകൽ ഈ ദൂത് കേൾക്കുന്നെങ്കിൽ മുട്ടുമടക്കൂ. മാത്രമല്ല, ചില വിഷയങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ കുഴഞ്ഞും ഭാരത്തോടെയുമായിരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ വചനത്തിലൂടെ എനിക്ക് വിളിച്ചു പറയാനുള്ള സന്ദേശം, മുട്ടുമടക്കൂ. ദൈവം ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി ദൂതനെ വിടണമോ? അടയ്ക്കേണ്ട വായ അടയ്ക്കണമോ? ഹന്നയുടെ കൂട്ട് റിസൾട്ടാണോ വരേണ്ടത്? യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകൂ. ചില ഓളങ്ങൾ ശാസിക്കപ്പെടുന്നു, തിരകൾ അടങ്ങുന്നു, കാറ്റുകൾ അനങ്ങാതിരിക്കാൻ പോകുക. ദൈവത്തിൻ്റെ കൽപ്പന പുറപ്പെടുകയാ. യേശുവിൻ്റെ നാമത്തിൽ ദൈവം നിങ്ങളോട് വ്യക്തമായി സംസാരിക്കുന്നു. വിശ്വസിച്ചിട്ട് പറ, കർത്താവേ, ഇവിടെ ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു. ഹിസ്കിയാവ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുക. സെൻഹരീബിൻ്റെ ശക്തികൾ ചെറുതല്ല, അശൂറിൻ്റെ ശക്തി ചെറുതല്ല. പക്ഷേ അതിനേക്കാൾ വലിയവൻ, അതിനേക്കാൾ ഉന്നതൻ, രാജാതി രാജാവ്, കർത്താതി കർത്താവ് തൻ്റെ കൂടെയുണ്ട് എന്ന് വ്യക്തമാക്കിയ ഭക്തൻ പ്രാർത്ഥിച്ച മുട്ടുമടക്കി പ്രാർത്ഥനയ്ക്ക് ആമേൻ പറഞ്ഞപ്പോൾ അശ്ശൂർ പാളയത്തിൽ ദൂതനിറങ്ങുകയാണ്. സെൻഹരീബിൻ്റെ ശക്തിയെ തകർത്തെറിയാൻ റുഖാമന ഈ പകലും ദൈവം ഇറങ്ങാൻ പോകുകയാണ്. ദൂതനിറങ്ങേണ്ടടുത്ത് ദൂതനിറങ്ങാൻ പോകുകയാണ്. ദാനിയേലേ, നീ മുട്ടുമടക്കിയത് വെറുതെ ആയില്ല. നിൻ്റെ മുമ്പിൽ ചെന്ന് മുട്ടുമടക്കുന്ന പകൽക്കാലമാണ്. നിൻ്റെ മുമ്പിൽ ചില വായ അടയാൻ പോകുകയാണ്. നിൻ്റെ വായ അടയ്ക്കാൻ നോക്കുന്ന, നിന്നെ തകർക്കാൻ നോക്കുന്ന, നിൻ്റെ ഡിഗ്നിറ്റിക്ക് വില പറയുന്ന ചില ശക്തികൾ നിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാൻ പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഹനേ, നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന വലുതാണ്. അത് സ്വർഗത്തിനറിയാം. നിൻ്റെ റിസൾട്ട് ദേശത്തിൻ്റെ മുമ്പിൽ, ചർച്ചക്കാരുടെ മുമ്പിൽ, കുടുംബക്കാരുടെ മുമ്പിൽ ആശ്ചര്യമാകാൻ പോകുന്നു, പ്രസിദ്ധമാകാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഈ ദൂതേറ്റെടുക്കട്ടെ. ഹിസ്കിയാവ് വസ്ത്രം കീറി രട്ടെടുത്തു. മൊർദെഖായി വസ്ത്രം കീറി രട്ടെടുത്തു. ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. വന്ന റിസൾട്ട് രേഖകൾ തിരുത്തപ്പെടുക മാത്രമല്ല, മൊർദെഖായി ആരാന്ന് ദൈവം ദേശത്ത് വെളിപ്പെടുത്തി. അങ്ങനെയെങ്കിൽ ദൈവം വെളിപ്പെടുത്താൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധ പിതാവേ, സ്വർഗസ്ഥ പിതാവേ, മഹത്വത്തിൻ്റെ രാജാവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കേൾപ്പിച്ച ആലോചനയ്ക്കായി സ്തോത്രം. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന, മുട്ടുമടക്കുന്ന, ദൈവസന്നിധിയിൽ ഹൃദയം പകരുന്ന ദൈവശക്തിക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുന്ന ചിലരെ പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തുന്നു. ചില കുടുംബങ്ങളെ ബലത്തോടെ നിർത്തുന്നു. ആത്മാവിൽ ശക്തിയോടെ, ബലത്തോടെ, ആത്മപകർച്ചയ്ക്ക് വേണ്ടി ഈ പകൽ പ്രാർത്ഥിക്കുന്ന ചില കുടുംബങ്ങളുടെ മേൽ ദൈവ സാന്നിധ്യം ഇറങ്ങുന്നു. കർത്താവേ, എന്നെ ബലപ്പെടുത്തണം, എന്നെ ശക്തീകരിക്കണമേ, അങ്ങയുടെ നിയോഗം എൻ്റെ മേൽ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകൂ. ദൈവം ഇന്ന് പകൽ ചിലരെ തൊടുന്ന പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കുക. സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ, ബലത്തോടെ, ശക്തിയോടെ ദൈവം പാകെ ഹൃദയം പകരൂ, മുട്ടുമടക്കൂ, ആലയത്തിൽ പ്രാർത്ഥിക്കൂ. ദൈവം റിസൾട്ട് നൽകിയിരിക്കുന്നു. ഈ വചനങ്ങളാൽ അവിടുന്ന് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ മാറ്റി. അത്ര